ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എന്താണ്, ആരാണ്, മനസ്സിലായില്ല. ഞാനേ നിങ്ങൾ ഈ സിനിമക്കാരായിട്ടൊക്കെ പരിചയമുണ്ട് നിങ്ങൾക്ക്? അതെന്തിനാ? എനിക്ക് സിനിമക്കാരൊന്നും അറിയില്ലല്ലോ. നാടകം കളിച്ചിരുന്ന ആൾക്കാരറിയോ? അവരായിട്ട് എനിക്ക് പരിചയമില്ല. ഞമ്മക്ക് അതൊന്നും പറ്റൂലല്ലോ. അതെന്തിനാ നിങ്ങക്ക്? അല്ലേ, അവരൊപ്പം പോയി അഭിനയിച്ചാൽ നല്ല കായും കിട്ടും, സ്വർഗം കിട്ടുന്നു. ആ ആ ആ ആ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ എന്താ പുതിയ അറിവാണല്ലോ. ആരിപ്പോ അത് പറഞ്ഞത്? അല്ലേ, ഇവിടെ കുരുവട്ടൂരുള്ള ഒരു മതമുണ്ട്, ഒരു ഒരു ഷെയ്ഖുണ്ട് അവിടെ. അപ്പോൾ മൂപ്പരെ കൂടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു തന്നെ ഈ സിനിമയിലും നാടകത്തിലൊക്കെ അഭിനയിച്ചാൽ സ്വർഗം കിട്ടുമെന്ന്. ആ, അത് പുതിയൊരു അറിവാട്ടാ. ഞാൻ പഠിച്ച കിതാബിൽ അങ്ങനെയില്ല, ഉസ്താദുമാരാരും പറഞ്ഞു തന്നിട്ടുമില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ സിനിമയിൽ അഭിനയിച്ചാൽ സ്വർഗം കിട്ടും എന്നുള്ളത്. അല്ല, ഇവരിപ്പോൾ കുറച്ച് ഓതിയ ആൾക്കാരല്ലേ. അല്ല, ഓതാപ്പ ഇബിലീസ് ഓതിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ആരെ കുറിച്ചാ പറഞ്ഞെന്ന് മനസ്സിലായില്ല. ഈ വൈകുന്നേരമായ ചട്ടിയും കലർത്തുങ്ങാണ്ട് പോണ ചെങ്ങായിണ്ട്, 3 സാധനം. ആ, അടുപ്പും കല്ലുകള്. അവരും അതും അതിന്റെ അങ്ങേതും പോരും, അതിന്റെ പിന്നാലെ പോണ്ടട്ടോ. വെറുതെ ആഹാരം വടക്കാക്കണ്ട. അല്ല, അവര് പറഞ്ഞ് ആ ചങ്ങായിയൊക്കെ അത്യാവശ്യം പഴയ കാലത്ത് മുജാഹിദീനൊക്കെ പൊളിച്ചടക്കിയിരുന്ന ആളല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇബിലീസ് മലക്കുകൾ ഉസ്താദായിരുന്നല്ല. അയാളിപ്പോ ഇവിടെ എത്തിയത്, ഇബിലീസ് ഇപ്പൊ ഇവിടെ എത്തിയത് അഹന്റെ പേര് വെക്കുമ്പോൾ ലാലത്തുള്ളാഹി അലൈഹി എന്നല്ല പറഞ്ഞത്. മൊയ്തീൻ ഷെയ്ഖിന്റെ കൂടെ പഠിച്ച ഇബിലീസൊക്കെ മുസ്ലിം ആയിട്ടാണോ മരിച്ചത്? അപ്പൊ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കണ്ട. അല്ല, നമുക്ക് ഈ സ്വർഗം കിട്ടും ചെയ്യും, ശമ്പളം കിട്ടും ചെയ്യും, കുട്ടികളപ്പം നാട്ടിൽ കൂടും ചെയ്യാൻ. നമ്മളിപ്പോൾ പ്രവാസിയായിട്ട് 10-20 കൊല്ലമായില്ല, അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളപ്പോ എടുക്കണി നിങ്ങൾക്ക് വർക്കത്തുണ്ടാവും. നിങ്ങൾ അയറ്റെങ്ങനെ നിന്നോളി. കണ്ടോന്റെ വാക്കും കേട്ടിങ്ങാണ്ട് പോണ്ട. അങ്ങനെ പലതും പറയും കേട്ടോ. അവര് പണ്ട് റമദാൻ മാസത്തില് പച്ചപ്പകല് നോമ്പ് പറ്റിങ്ങാണ്ട് പള്ളർച്ചി ബിരിയാണിയും നെയ്ച്ചോറും തിന്നാൻ നോമ്പൂരില്ലാന്ന് പറഞ്ഞ കോമാണ്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഷെയ്ക്ക് തന്നാ തിന്നാൻ പറ്റും എന്നുള്ളപ്പോൾ അവർ പറഞ്ഞത്. അവര് അതും അതിന്റെ അങ്ങേതൊക്കെ പറയും. മൊയ്തീൻ ഷെയ്ഖിന്റെ ചരിത്രമൊക്കെ കേട്ടിട്ടില്ലേ? ഇബിലീസ് പാത്രം കൊണ്ടേ കൊടുത്തപ്പോ വെള്ളിപ്പാത്രം എറ്റുമ്പോ ഓടാ കോമോടിച്ചാൽ ഓടാ ഇബിലീസ് എന്ന് പറഞ്ഞ ആട്ടിയില്ലേ. അതൊക്കെ മറന്നങ്ങള്. ആ, ഏതായാലും ഇൻഷാ അല്ലാ നിങ്ങള് നാളെ വിളിച്ച്. ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കില്ല. എന്നാ ശരി, എന്നാൽ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നിങ്ങൾ സിൽമന്റെ പിന്നാലെ പോകാൻ നിൽക്കണ്ട, ആറാമാണ് കുട്ടിയെ.